ഭീഷ്മശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ സുസ്മിതയുടെ സീൻ കാണിക്കുന്നില്ല. ഇവിടെ വീണ്ടും അരുണയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ അരുണയുടെയും കൃഷ്ണമൂർത്തിയോടും ഒപ്പം ഈ കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. പക്ഷേ കുറച്ച് രാത്രിയാകുമ്പോൾ ഈ കുഞ്ഞാണെങ്കിൽ ഉണർന്നങ്ങോട്ട് കരയുകയാണ്. പക്ഷേ അരുണയും കൃഷ്ണമൂർത്തിയോ അറിയുന്നുമില്ല, അവർ ഉണരുന്നുമില്ല. അന്നേരം ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ അപ്പുറത്തെ റൂമിൽ നിന്നുകൊണ്ട് ശാരികയാണെങ്കിൽ കേൾക്കുകയാണ്. അന്നേരം ശാരികയ്ക്ക് കുഞ്ഞ് കരയുന്നതുകൊണ്ട് അകപ്പാടെ ഒരു വെപ്രാളം വരികയാണ്. സ്വന്തം കുഞ്ഞ് കരയുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന അതേ ഒരു വിഷമം തന്നെയാണ് തോന്നുന്നത്. അന്നേരം ആദ്യമൊക്കെ ശാരിക ഇറങ്ങി വരുന്നില്ല. പക്ഷേ പിന്നീട് പതിയെ ഇവരുടെ റൂമിൻ്റെ കതവും തുറക്കുകയാണ്. അന്നേരം ഇവർ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. പക്ഷേ കുഞ്ഞ് മധ്യത്തിൽ കിടന്ന് നല്ല കരച്ചിലുമാണ്. അന്നേരം ശാരിക ഇങ്ങ് വന്നിട്ട് ഇവരെ ഉണർത്താതെ തന്നെ കുഞ്ഞിനെ അങ്ങ് എടുക്കുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും നോക്കുന്നുണ്ട്. പക്ഷേ ഇവരെ ഉണർത്താതെ കുഞ്ഞിനെ എടുത്തിട്ട് ആ റൂം വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് ഇവരെ അറിയുന്നുമില്ല. ഈ ഒരൊറ്റ സീനെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി മിക്കവാറും ശാരിക അപ്പുറത്ത് കൊണ്ടുപോയി ഇനി കുഞ്ഞിന് പാല് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഇവരിനി ഉണർന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണില്ല. അവിടെ ആകെ ബഹളമൊക്കെ ആവുമോ, കുഞ്ഞ് ശാരികയോടൊപ്പം അവിടെ കിടന്നുറങ്ങുകയും ചെയ്യും. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം, ശാരിക എന്തായാലും കുഞ്ഞിനെ കൊണ്ടെങ്കിൽ പോകത്തൊന്നുമില്ല, അപ്പുറത്തെ റൂമിൽ കാണുമായിരിക്കും. അതെന്താകും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സുസ്മിത രക്ഷപ്പെട്ട് പോകും എന്നുള്ളതാണ്. സുസ്മിത അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമായിരിക്കും, എന്തായാലും പിടിയിലാവില്ല. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.